ഹൗസ് ഓഫ് ദി ഡ്രാഗണിൻ്റെ സീസൺ 2 നാളെ പുറത്തിറങ്ങുകയാണ്. ഒരു വലിയ 2 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ സീസൺ 2 പുറത്തിറങ്ങുന്നത്. ആദ്യത്തെ സീസൺ 2022 പുറത്തിറങ്ങിയത്. ആൻഡ് ഈ ഒരു ടൈം ഗ്യാപ്പ് ഇവരെടുക്കാൻ കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരുപാട് വലിയ കോൺഫ്ലിക്റ്റുകളും ആക്ഷൻ സീക്വൻസുകളും ഡ്രാഗൺ ഓൺ ഡ്രാഗൺ ഫൈറ്റുകളൊക്കെ ഇതിൽ കാണിക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് ഇവർ ഇത്രയും ടൈം എടുത്തിട്ടുള്ളത്. ആൻഡ് ആദ്യത്തെ സീസൺ ഗംഭീരമായിരുന്നു. പക്ഷേ അതിൽ കുറേ പേർക്ക് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും, ഈ ടൈം ജമ്പുകളുണ്ട്, കാസ്റ്റ് ചേഞ്ച് ഉണ്ട്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ ബുക്കിൽ അതിനേക്കാളും വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ കൺസൈസ് ചെയ്ത് ഒരു സീരീസ് അഡാപ്റ്റേഷൻ എന്ന രീതിയിൽ വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുള്ളൊരു സീസണായിരുന്നു ഫസ്റ്റ് സീസൺ. സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ കാസ്റ്റ് ചേഞ്ച് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല, ടൈം ജമ്പുകളും ഉണ്ടാവില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും ഈ സീസണിൻ്റെ കഥ മുഴുവൻ പറഞ്ഞു പോവുക. ഐ തിങ്ക് മൊത്തം ഒരു 4 സീസണിൽ റാപ്പ് ചെയ്യാനിരിക്കുകയാണ്. 4 തീരുമെന്ന് അറിയില്ല. അത് ഈ സെക്കൻഡ് സീസണിൻ്റെ റണ്ണും കൂടി കാണുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട ഓർക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സീസൺ പുറത്തിറങ്ങിയത് നമ്മുടെ ഇന്ത്യയിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരുന്നു. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിനല്ല, അത് മുഴുവൻ ജിയോ സിനിമ അക്വയർ ചെയ്തിട്ടുണ്ട്, ഈ HBO കണ്ടൻസ് മുഴുവൻ. സോ ഇവിടെ നമുക്ക് HBO Max ഒന്നുമില്ല, നമുക്ക് ഇവിടെ പുറത്തിറങ്ങുക ജിയോ സിനിമയിലായിരിക്കും. സോ കഴിഞ്ഞ സീസൺ ഹോട്ട്സ്റ്റാറിൽ കണ്ടു എന്നുള്ള ഓർമ്മയ്ക്ക് നേരെ അതിലേക്ക് കയറിപ്പോയി അതിലുണ്ടാവില്ല, ജിയോ സിനിമയിലാണുള്ളത്. ജിയോ സിനിമ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വെറും 29 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആഡൊന്നും അല്ല, ജസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ ജിയോ സിനിമയിലായിരിക്കും സീസൺ 2 അവൈലബിൾ ആയിരിക്കാം. നമ്മുടെ ഇന്ത്യയിൽ ജൂൺ 16 ഓൾ ഓവർ വേൾഡിൽ പുറത്തിറങ്ങുന്നത്. പക്ഷേ ഇന്ത്യൻ ടൈം സോൺ അനുസരിച്ച് നമുക്ക് ജൂൺ 17, അതായത് എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 6:30 ആയിരിക്കും ഇത് ഇറങ്ങാം. ഇതേ മോഡ് തന്നെയായിരുന്നു നമ്മുടെ പഴയ ഹൗസ് ഓഫ് ദി ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പുറത്തിറങ്ങുമ്പോഴും. സോ അത് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടാവും. ഐ തിങ്ക് ജിയോ സിനിമയിൽ ബ്രോഡ്കാസ്റ്റിംഗ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഹോട്ട്സ്റ്റാറിലൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നു, അതായത് ലൈവായിട്ട് ആ ടൈമിൽ തന്നെ ഓടുക. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാനോ അടിച്ചുവിടാനോ ഒന്നും പറ്റില്ല. ആ ടൈമിൽ എങ്ങനെയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അവർ പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് റിലീസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫോർവേഡ് ബാക്ക്വേർഡൊക്കെ അടിക്കാൻ പറ്റും. മറ്റേതിൽ അതല്ല, ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യായിരിക്കും. ഇപ്പോൾ ജിയോ സിനിമയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഇന്ത്യയിൽ വീക്ക്ലി എല്ലാ തിങ്കളാഴ്ചകളും രാവിലെ 6:30 ആയിരിക്കും ജിയോ സിനിമയിലൂടെ ഇത് റിലീസ് ചെയ്യുക. ആൻഡ് ടോട്ടലായിട്ട് 10 എപ്പിസോഡുകളില്ല, വെറും 8 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ സീസൺ 2. ഫസ്റ്റ് സീസണിൽ 10 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ജൂൺ 16 തുടങ്ങുന്ന ഈ സാധനം ഓഗസ്റ്റ് 4 അവസാനിക്കുക. അതിൻ്റെ 8 എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന അതേ വീക്കിൽ തന്നെയാണ് ലോർഡ് ഓഫ് ദി റിങ്സിൻ്റെ സീസൺ 2 പ്ലാൻ ചെയ്തിട്ടുള്ളത്, ആമസോൺ പ്രൈം. സോ വലിയ 2 ഫാൻറ്റസി ഫിക്ഷൻ സീരീസുകൾ അടുപ്പിച്ചിറങ്ങുകയാണ്. സോ അത് ഒരു കോൺഫ്ലിക്റ്റ് എന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്ന രീതിയിലാണ് ഇത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അതിന് വലിയ റെസപ്ഷൻ ഇല്ല, വേണ്ടത്ര ഇല്ല, പക്ഷേ ഇതിന് ഗംഭീരമാണ്. ആൻഡ് സെക്കൻഡ് സീസൺ കാണുന്നതിന് മുന്നോടിയായിട്ട് സീസൺ 1 ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിട്ട് നമ്മളൊരു ചെറിയ റീക്യാപ്പ് വീഡിയോ ചെയ്തിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ പറയുന്നില്ല, ഓൾറെഡി സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഉൾപ്പെടുത്താം. സോ ആ ഒരു സീസൺ മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ സമയമില്ലാത്തവർക്ക് ആ ഒരു ചെറിയ റീക്യാപ്പ് നോക്കി പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്താണ്, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കാനും പൊടിതിട്ടെടുക്കാനും സഹായിക്കും. ആൻഡ് ജോർജ് ആർ ആർ മാർട്ടിൻ്റെ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന ബുക്ക് സീരീസിനെ ബേസ് ചെയ്തായിരുന്നു ഗെയിം ഓഫ് ത്രോൺസ് എങ്കിൽ ജോർജ് ആർ ആർ മാർട്ടിൻ്റെ തന്നെ ഫയർ ആൻഡ് ബ്ലഡ് എന്ന ബുക്ക് സീരീസിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ എന്ന ഈ ഒരു സീരീസ് പ്ലാൻ ചെയ്തത്. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഡാൻസ് ഓഫ് ദി ഡ്രാഗൺ എന്ന ഇവൻറ്റ് മാത്രമായിരിക്കും ഈ ഒരു ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ ചർച്ച ചെയ്യുക. ഏകദേശം ഈ ഒരു ബുക്കിൻ്റെ ഇത്രയുള്ള പോർഷൻ മാത്രം, ബാക്കി കുറേ ഉണ്ട്. ടാർഗറിയൻസ് ഈ ഒരു വെസ്റ്ററോസിലേക്ക് വന്നതും പിന്നെ അവരത് കോൺക്വർ ചെയ്ത് അവരിവിടെ റൂൾ ചെയ്ത് ദെൻ വർഷങ്ങൾ നീണ്ടു നടന്ന ആ ഒരു ഡാൻസ് ഓഫ് ദി ഡ്രാഗൺ എന്ന ആ ഒരു ഇവൻറ്റും അല്ലെങ്കിൽ ഇവർക്കിടയിൽ നടക്കുന്ന സിവിൽ വാർ, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള റിബല്യൻ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഇവൻറ്റ്സ് തുടങ്ങുന്നത്. സോ അത്രയും ടൈം പീരീഡിലുള്ള അത്രയും കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്ത് പോകുന്നത്. സോ സെക്കൻഡ് സീസണിൽ കുറേയൊക്കെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലെ ആദ്യത്തെ പോർഷൻ, അതായത് എയ്ഗോൺ ടാർഗറിയൻ വന്ന് കോൺക്വർ ചെയ്ത പോർഷൻസൊക്കെ ഈ ഒരു ഹൗസ് ഓഫ് ദി ഡ്രാഗണിൻ്റെ സെക്കൻഡ് സീസണിൽ കാണിക്കുന്നൊക്കെ ചെറിയ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇല്ല. കാരണം ഓൾറെഡി HBO പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു എയ്ഗോൺസ് കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു സീരീസ് ആയിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 1-2 സീസണിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ, ഒരു സ്പിൻ ഓഫ് എന്ന രീതിയിൽ. സോ അതിൻ്റെ പോസിബിലിറ്റി ഒക്കെ അവിടെ തീർന്നു. ദെൻ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ സീസൺ 2 നമുക്ക് കാണാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടതാണ്. ഗെയിം ഓഫ് ത്രോൺസ് ആയിട്ട് എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ എയ്ഗോണിൻ്റെ ഡ്രീം പറയുന്ന സമയത്ത് ഈ വൈറ്റ് വാക്കേഴ്സും ഒരു ടാർഗറിയൻ കിങ് തന്നെ വേണം അന്ന് വെസ്റ്ററോസ് ഭരിക്കാൻ എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പ്രൊഫസി പറയുന്നതൊക്കെ നമ്മൾ കേട്ടിരുന്നു ഫസ്റ്റ് സീസണിൽ തന്നെ. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും സെക്കൻഡ് സീസണിൽ നമ്മൾ കാണാൻ പോകുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബിൽഡ് ചെയ്ത് ലിങ്ക് ചെയ്ത് പോലെ ഇതിൽ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസണിൽ നമ്മൾ കാണാത്ത കൂടുതൽ ടെറൈൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതിൽ സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ഹൗസസിനെ ഓൾറെഡി ഫസ്റ്റ് സീസണിൽ നമുക്ക് കാണിച്ചു തന്നു. ഗെയിം ഓഫ് ത്രോൺസിൽ നമുക്കറിയാം ഇതിൽ പ്രധാനപ്പെട്ട ഹൗസസ് ഏതൊക്കെയാണെന്ന്. ഈ ഒരു റിബല്യൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സിവിൽ വാർ തുടങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയും. സോ ഗ്രീൻസ് വേഴ്സസ് ബ്ലാക്സ്. സോ ഈ ഒരു ഡാൻസ് ഓഫ് ദി ഡ്രാഗൺ എന്ന ഇവൻറ്റിൽ ഈ ഒരു വെസ്റ്ററോസ് മുഴുവനായിട്ട് 2ആയിട്ട് വിഭജിച്ച് ഈ 2 ഗ്രൂപ്പ്സിൻ്റെ ഒപ്പം തന്നെ എല്ലാ ഫാമിലീസും നിന്നിട്ടാണ് ഈ ഒരു വാർ തന്നെ മുഴുവനായിട്ട് നടത്തുന്നത്. സോ അതിലെ പ്രധാനപ്പെട്ട ഹൗസസ് ഏതൊക്കെയാണ്, ആരൊക്കെ ഏതൊക്കെ ടീമിൻ്റെ ഒപ്പമാണ് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ആയിരിക്കും സീസൺ 2 പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പോകുക. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൗസസിലൊന്നാണ് സ്റ്റാർക്ക്. ഗെയിം ഓഫ് ത്രോൺസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൗസസിലൊന്നായിരുന്നു ഹൗസ് സ്റ്റാർക്കും ഹൗസ് ബരാത്തിയോൺ ആൻഡ്
ഹൗസ് ലാനിസ്റ്റർ, ഇവർ മൂന്നുപേരും തമ്മിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ, അതിനിടയിൽ ബാക്കിയുള്ള ഫാമിലീസ് ആരൊക്കെ കൂടെ നിൽക്കും എന്നൊക്കെ ആയിരുന്നു അതിൽ കാണിച്ചതെങ്കിൽ ഇതിലങ്ങനെയല്ല. ഇതിൽ മെയിനായിട്ട് ടീം ഗ്രീൻ വേഴ്സസ് ബ്ലാക്ക്. സോ ഈ ഗ്രീൻസിൻ്റെയും ബ്ലാക്സിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും എന്നതായിരിക്കും ഇതിൽ കാണിക്കാൻ പോകും. അതിൽ തന്നെ കഴിഞ്ഞ സീസണിൽ ഇവർ ഈ അലിജൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് നമ്മുടെ ലുസേരിയസ് ടാർഗറിയൻ ഈ ബെറാത്തിയോൺ ഫാമിലീൻ്റെ അടുത്തെത്തുന്നത്, അല്ലെങ്കിൽ സ്റ്റോംസ് എൻഡിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് വാഗാറും അറാക്സും തമ്മിലുള്ള ആ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിരിക്കും ഇതിൽ കാണാൻ പോവുക. സോ ഓൾറെഡി റെനേറയുടെ ഒരു മകൻ മരിച്ചു. ആ മകൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ദിവസത്തെ ഒരു ഐ തിങ്ക് ഒരു 8-10 ദിവസത്തെ ഗ്യാപ്പിനുള്ളിലായിരിക്കും ഈ ഒരു സീസൺ 2 തുടങ്ങുക. ഈ സീസൺ 2-ൽ ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഈ റെയിൻസ് ഓഫ് കാസ്റ്റിംഗ് എന്നൊന്നും പറയില്ല മറ്റേ സാധനത്തിൽ, അതേപോലത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാനുണ്ട്. ബ്ലഡ് ആൻഡ് ജീസ് എന്ന് പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും പുതിയതായിട്ട്. സോ ബുക്കിൽ കാണിച്ചിട്ടുള്ള എന്നാൽ സീരീസിൽ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരുപാട് ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീസൺ കൂടിയായിരിക്കും ഇത്. സോ ഓൾറെഡി നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ആഡ് ഓൺ ആയിട്ട് ഇത്രയും ക്യാരക്ടേഴ്സ് വരിക, പല പല ഹൗസസിലെ ക്യാരക്ടേഴ്സ്. സോ ആ ഒരു ഹൗസസ് ഏതൊക്കെയാണ്, ആ ഒരു ഹൗസസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. സോ ആദ്യമായിട്ട് ഹൗസ് ഓഫ് ഡ്രാഗൺസ് കാണുന്നവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്ക് പലർക്കും പല നൊസ്റ്റാളജിയും പല ഗൂസ് ബംസും തരുന്ന പല ഹൗസസ്, അവരുടെ പേരുകൾ, അവരുടെ അലീജിയൻസ് ഒക്കെ തന്നെ നമുക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ്സ് വാച്ചും വാളൊക്കെ നമുക്കിതിൽ കാണിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് സീസണിൽ. അതിൻ്റെ ട്രെയിലർ തന്നെ അവർ കാണിച്ചിരുന്നു. സോ അപ്പോഴൊക്കെ ഈ ഒരു വൈറ്റ് വാക്കറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുമോ എന്നുള്ളത് അറിയണം. ദെൻ ഈ ഡ്രാഗൺസിൽ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട എന്നാൽ വളരെയധികം ബാഡാസ് എന്ന് പറയാൻ പറ്റുന്ന കുറേ വൈൽഡ് ഡ്രാഗൺസ് ഉണ്ട്. അതിനെപ്പറ്റി ഫസ്റ്റ് സീസണിൽ ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു സീസൺ മുതൽ ഒരു പക്ഷേ വൈൽഡ് ഡ്രാഗൺസും അതുമായി ചുറ്റിപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കും. കാരണം ഈ ഒരു ഡ്രാഗൺ സ്റ്റോണും അതുമായി ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്. സോ ഈ ഒരു ഡ്രാഗൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവർക്ക് ഈ വാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഈ ഒരു ടാർഗൻസ് മുഴുവനായിട്ട് ഇവർക്കുള്ള ഡ്രാഗണും ഇല്ലാത്തതും അല്ലെങ്കിൽ റൈഡർ ഇല്ലാത്ത ഡ്രാഗൺസിനൊക്കെ തന്നെ ടൈം ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ കൂട്ടി വരുത്തും. അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വരും ഇതിൽ. സോ കുറേ ബാഡാസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഡെയ്മൺ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡെയ്മൺ ഉണ്ട്, എയ്മണ്ട് ഉണ്ട് എന്നറിയാം. ഇവർ രണ്ടുപേരും അല്ലാത്ത കുറേ കിടിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീസൺ കൂടി ആയിരിക്കും സീസൺ 2. പ്രത്യേകിച്ച് ഹ്യൂ ഹാമർ, ഉൾഫ് വൈറ്റ്, ആഡം ഹേൾ, റീഗൻ സ്റ്റാർക്ക് തുടങ്ങിയ ഒരുപാട് ഗംഭീര ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡക്ഷൻ ഈ ഒരു സീസണിലായിരിക്കും നമ്മൾ കാത്തിരിക്കുക. ആൻഡ് ഇതുകൂടെ ഒരുപാട് പുതിയ ഡ്രാഗൺസിനെ കൂടി ഈ ഒരു സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കഴിഞ്ഞ സീസണിൽ ഡ്രാഗൺസ് ഉണ്ട്, പക്ഷേ അത്ര എസ്റ്റാബ്ലിഷ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സീസണിലായിരിക്കും ഈ ഒരു ഡ്രാഗൺ ഓൺ ഡ്രാഗൺ ഫൈറ്റുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് പുതിയ കുറേ ഡ്രാഗൺസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓൾറെഡി ഗ്രീൻസിൻ്റെയും ബ്ലാക്സിൻ്റെ കയ്യിലുള്ള ഡ്രാഗൺസ് നമുക്കറിയാം. അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഏത് ഗ്രൂപ്പിലായിരിക്കും ഈ ഡ്രാഗൺസ് ഒക്കെ പോവുക എന്നുള്ളതായിരിക്കും ഈ സീസണിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. വെർമിത്തോർ എന്നൊരു ഡ്രാഗൺ ഉണ്ട്. അത് കഴിഞ്ഞ സീസണിൽ അവസാനം നമ്മൾ ഡെയ്മൺ പോയിട്ട് ടൈം ചെയ്യാനല്ല, പോയിട്ട് പരിചയപ്പെടുന്ന പോലെ നമ്മൾ കണ്ടു. അതിനെ ടൈം ചെയ്യുന്ന വേറൊരാളൊക്കെയാണ്. സോ അതൊക്കെ ആരാന്നൊക്കെ കിടിലാണ്, അതൊക്കെ കണ്ടു തന്നെ അറിയാം. അത്തരത്തിലുള്ള ഒരുപാട് ടൈം ചെയ്യപ്പെടാത്ത കുറേ ഡ്രാഗൺസ് ഉണ്ട്. ഈ ഒരു വെർമിത്തോർ എന്ന് പറയുന്നത് പഴയ ജെഹേരിസ് ഓൺ ടാർഗേറിൻ്റെ ഡ്രാഗൺ ആയിരുന്നു. ജെഹേരിസ് കഴിഞ്ഞിട്ട് ആ ഒരു ഡ്രാഗൺ ആരും ടൈം ചെയ്തിട്ടില്ല. അത് ഡ്രാഗൺ മൗണ്ടിനകത്ത് ഒരു വോൾക്കാനൊക്കെ അകത്താണ് ഇരിക്കുന്നത്. സോ അതൊന്നും സീസണിൽ അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ വോൾക്കാനിൽ ഒരു ലെയർ ഉണ്ടാക്കിയിട്ടാണ് ഇത് അതിനകത്തുള്ളത്. അതിൻ്റെ കൂടെ സിൽവർ വിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡ്രാഗൺ ഉണ്ട്. സോ ഇതൊക്കെ ബ്ലാക്സിന് കിട്ടാൻ പോകുന്ന സാധനമാണ്. സോ ഈ സിൽവർ വിങ്ങും ഈ ഒരു വെർമിത്തോറിൻ്റെ കൂടെയുള്ള ഡ്രാഗണാണ്. ഈ വാഗാർ കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഡ്രാഗണാണ് ഈ വെർമിത്തോർ. സോ നമ്മൾ ഗ്രീൻസിന് വാഗാറുണ്ട്, അതിനെ തൊടാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് അതേ സൈസ് തന്നെയുള്ളൊരു സാധനമാണ് ഈ വെർമിത്തോർ. then ഇത് കൂടാതെ കുറേ വൈൽഡ് ഡ്രാഗൺസ്, ഇപ്പോൾ കാനിബിൾ എന്ന് പറയുന്ന ഡ്രാഗൺ ഉണ്ട്. അതൊക്കെ ഒരു തിയറി ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്ന സാധനമാണ്, പക്ഷേ അതിനൊക്കെ പേരെടുത്ത് ബുക്കിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഉണ്ട്. ഇത്തരത്തിലുള്ള കുറേ വൈൽഡ് ഡ്രാഗൺസ് ഉണ്ട്. ഈ ഒരു ഷീപ്പ് സ്റ്റീലറൊക്കെ എന്തായാലും ഇതിൽ കാണിക്കും. കാനിബിളൊക്കെ കാണിക്കുമെന്ന് അറിയില്ല. കാനിബിളൊക്കെ ഐ തിങ്ക് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഇവൻറ്റ്സ് നടക്കുന്ന സമയത്ത് അടക്കം ഉണ്ടായിരുന്ന ഡ്രാഗൺ എന്നൊക്കെ പറയപ്പെടുന്ന ഡ്രാഗണാണ് കാനിബിൾ. സോ അത്രയും ബാഡാസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഡ്രാഗൺസും കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീസൺ ആയിരിക്കും. വലിയ ബാറ്റിൽ സീക്വൻസ് ഒരു കിടിലൻ സാധനമുണ്ട്. അത് ഐ തിങ്ക് ഒന്നല്ലെങ്കിൽ സെക്കൻഡ് സീസണിൻ്റെ എൻഡിങ് അല്ലെങ്കിൽ തേർഡ് സീസണിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ആ ഒരു പോർഷനിലായിരിക്കും ഒരു പ്ലാൻ ചെയ്യുക. പക്ഷേ എന്നിരുന്നാലും സെക്കൻഡ് സീസണിൽ ഒരുപാട് വലിയ ബാറ്റിൽ സീക്വൻസുകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കമ്പയർ ടു തേർഡ് ഓർ ഫോർത്ത് സീസൺ അത്രയും വലുതില്ലെങ്കിലും സെക്കൻഡ് സീസണും ഗംഭീരമായിരിക്കും. ബുക്കിൽ പറയുന്ന ഒരുപാട് ബാറ്റിൽ സീക്വൻസ് അതിൽ ഏതൊക്കെ അവർക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് അറിയില്ല. എങ്കിലും സീസൺ 2 ഗംഭീരമായിരിക്കും. അതിൻ്റെ ട്രെയിലർ അത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ട്രെയിലർ കാണിച്ചപ്പോൾ തന്നെ 2 രീതിക്കായിരുന്നു ഇവർ ചെയ്ത്. ചൂസ് സൈഡ് എന്നുള്ള രീതിക്ക് ബ്ലാക്സിൻ്റെ ഒരു ട്രെയിലറും ഗ്രീൻസിൻ്റെ ഒരു ട്രെയിലറും. സോ ഫസ്റ്റ് സീസൺ കണ്ട പോലെയല്ല, ഇതിൽ നമുക്ക് ഒരു ക്യാരക്ടറിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഈ സാധനം. എല്ലാവരും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ്. സോ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ട്രെയിലറൊക്കെ പുറത്തിറക്കിയത്. സോ ഒരു വെറൈറ്റി സ്ട്രാറ്റജി ആയിരുന്നു. ഇതുവരെ അങ്ങനെ ആരും എടുക്കാത്തൊരു സ്ട്രാറ്റജിയൊക്കെ തന്നെ. സോ സീസൺ 2 ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. എന്താണ് നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. അതെ.